ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് വന്നിട്ട് ഒരു ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, 3 ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് ഞാൻ ചോദിച്ചു ലഞ്ച് ഉണ്ടാക്കണം എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് പായസം മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനും കൂടി പായസത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ നടന്നു പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു സേമിയ വാങ്ങാം എന്ന് വിചാരിച്ചു. നമ്മുടെ കിറ്റ് സേമിയ പായസ കിറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ പോയത്. അപ്പോഴത്തേക്കും അവിടെ പോയപ്പം ശരി, അത് വേണ്ട, അത് വാങ്ങിയാലും അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പം ഞാൻ ചെറുപയർ പരിപ്പ് മേടിച്ചു. അപ്പോൾ ചെറുപയർ പായസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപയർ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചെറുപയർ വറുത്തു. ചെറിയ ഇതായിട്ട് നമ്മൾ വറുത്തിട്ട് വേവിക്കുവാണെങ്കിൽ ആ പച്ചമണം ഉണ്ടാവില്ല. അപ്പോൾ ചെറുപയർ വറുത്തു. പിന്നെ ഞാൻ കുക്കറിൽ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, അത് വേവിക്കാൻ വെച്ചു. ചെറുപയറും കുക്കറിൽ തന്നെയായിരുന്നു കേട്ടോ വേവിച്ചെടുത്ത്. എല്ലാം കൂടി നമ്മൾ വേറെ പാത്രത്തിൽ തന്നെ വേവിക്കുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കില്ലേ. അപ്പം ഞാനങ്ങനെ ചെറുപയർ പായസം വെക്കാമെന്നുള്ള തീരുമാനത്തിൽ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ പായസം വെക്കുന്ന തിരക്കിൽ. ഇതിനിടയിൽ അമ്മ അവിടെ എന്താ പറയണ്ടേ, ചക്ക വൃത്തിയാക്കുന്നുണ്ട്. ചക്ക വറുക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെന്ന് ഒരു പ്ലാനിൽ ഇങ്ങനെ അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊരു ഇതിൽ ചക്ക വറുക്കാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ഫുൾ ബിസിയായിരുന്നു. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ട് പാലെടുക്കണമല്ലോ, 1-ാം പാലും 2-ാം പാലും ഞാൻ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഈ പായസമൊന്നും വെക്കുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനാണ് ആദ്യം കൊടുക്കുന്നത്, എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ കൊടുക്കും, ടെസ്റ്റിങ് അച്ഛന്. അപ്പോൾ അച്ഛൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാലെടുക്കാനായിട്ട് പാല് പിഴിഞ്ഞെടുക്കണമല്ലോ, തേങ്ങാപ്പാൽ. അപ്പോൾ അതിന് വേണ്ടി മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് അവർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അടുത്ത് ആറുണ്ട്. നല്ലൊരു പുഴ എന്ന് പറഞ്ഞാൽ നല്ലൊരു പുഴ. അവിടെ പോയിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുറേ നേരം കുളിക്കണം എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല രസമാണ് കേട്ടോ. പോയി നമുക്ക് ആ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എണീറ്റ് വരാൻ പറ്റത്തില്ല. നല്ല എന്താ പറയണ്ട, പാറക്കെട്ടിക്കൂടി പോകുന്ന വെള്ളമാണ്. ഇങ്ങനെ ഒഴുക്കൊക്കെ ഉണ്ട്, നല്ല രസമാണ്. കുറേ നേരം നമുക്ക് മൈൻഡും ശരീരവും ഒക്കെ റിലാക്സ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ, എസ്പെഷ്യലി അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ചക്കയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കി. അമ്മ അത് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ എനിക്കത് വറുത്തെടുക്കണം. പായസം ഏകദേശം ആയിട്ടുണ്ട്. എനിക്കിടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അവനോട് എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അവനപ്പോഴത്തേക്കും കളിക്കാൻ പോയി അപ്പുറത്ത് പിള്ളേരുടെ കൂടെ. അപ്പോൾ പിന്നെ ഞാൻ ട്രൈപോഡില്ലായിരുന്നു വീട്ടിൽ, അതെൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ട്രൈപോഡില്ലാതെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗം മൊത്തം ഞാനിങ്ങനെ ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറെന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല. കാരണം ഈ പായസം കുടിച്ചു, പിന്നെ ഈ ചക്ക വറുത്ത് കഴിച്ചു, അങ്ങനെ എന്തൊക്കെയോ കഴിച്ച് വയറ് ഇതായി. പക്ഷേ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പായസം കുടിക്കണം എന്ന് തോന്നുന്നു. അതന്ന് എനിക്ക് ഉണ്ടാക്കിയപ്പം ഒരു ഗ്ലാസ് എന്തേ കുടിച്ചുള്ളൂ, കുടിക്കണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. അതെല്ലാം അങ്ങനെയല്ലേ, നമുക്ക് ആ സമയത്ത് കുടിക്കണം എന്ന് തോന്നത്തില്ല. പിന്നെ നമ്മളത് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് വരും, കൊതിയാവും കുടിക്കണം എന്ന്. അങ്ങനെ പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ചക്ക വറുക്കാൻ തുടങ്ങി. ചക്ക ഇത് കുറച്ച് വെള്ളം കുടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. വേകാനായിട്ട് ഒരുപാട് സമയമെടുത്തു. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ഉപ്പും മഞ്ഞളും കൂടി കലക്കി ഒഴിക്കും, അങ്ങനെ എനിക്കറിയുള്ളൂ. അല്ലാണ്ട് ഈ ലാസ്റ്റ് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതാവുമ്പോൾ എനിക്ക് അറിയാം. ഇതിപ്പം ചക്ക വറുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചക്ക വറുത്ത് ഒരു സൈഡിൽ കൂടി ചക്ക വറുത്ത് പോരുന്നുണ്ട്, ഒരു സൈഡിൽ കൂടി പായസത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ സൺഡേ ഫുൾ ബിസി ആയിരുന്നു. അവർ വന്നപ്പോഴത്തേക്കും ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ, പിന്നെ അവരുടെ കൂടെ എനിക്കും പോകണമല്ലോ ആറ്റിൽ പോയി കുളിക്കാനായിട്ട്. അപ്പോൾ പായസം അങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വന്നു, അവർക്കെല്ലാം കൊടുത്തിട്ട് ഇതാകണ്ടോ, ഇതാണ് 6. അവിടെ പോയി ഞങ്ങളൊരു 1-2:15
അത് 2:15 2:30 മണിക്ക് പോയതാണ്. 3:45 ഒരു 4 മണി വരെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഇത് പിന്നെ വന്നിട്ട് അടുത്ത സൺഡേ ആണ്. അടുത്ത സൺഡേ സൺഡേ അങ്ങനെ പോയി. ഇത് അടുത്ത സൺഡേ. അപ്പം അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പുറത്ത് പോവാണ്. വല്യമ്മയ്ക്ക് വയ്യാണ്ടിരുന്നു. അപ്പോൾ വല്യമ്മയെ നോക്കാൻ പോകണം. പിന്നെ മാമിയുടെ മോൻ, അത് ഞങ്ങളുടെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്. അത് വന്നപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. എന്തോ പണ്ടത്തെ ഓർമ്മയൊക്കെ ഇങ്ങനെ അയവിറക്കുമല്ലോ നമ്മളങ്ങനെ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തു അങ്ങനെ. ഇത് കണ്ടോ, ഇതിപ്പം ഞാനിവിടെ ഒരു രസമുണ്ട്. ഇവിടെ എന്നെ ഇറക്കി വിട്ടോളൂ. കാരണം ഇത്തിരി റോഡ് മോശമാണ്, കുറച്ചിങ്ങനെ ഇറക്കം പോലെയാണ്. അപ്പം രണ്ടാളും കൂടി പോയാൽ മറിഞ്ഞ് വീഴുമെന്നും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഇറങ്ങി നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഇറങ്ങി നടന്നു പോകുന്ന. അങ്ങനെ വല്യമ്മയുടെ വീട്ടിലെത്തി. വല്യമ്മയുടെ വീട്ടിൽ പോയിരുന്നു. വല്യമ്മയെ കണ്ടു. അങ്ങനെ വല്യമ്മയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനും വേറൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവുക. അങ്ങനെ വല്യമ്മയുടെ വീടെന്ന് പറയുന്നത് പണ്ടത്തെ തറവാട് പോലെ അങ്കണമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാം മാറ്റിയിട്ട് വേറെ ആക്കി. അപ്പം അവിടെ പോയി വല്യമ്മയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണിത്. തിരിച്ചു പോകാനായിട്ട് മാമിയുടെ മോൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവനെ പോയി ഒന്ന് കാണണം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ രണ്ടാളും കൂടി. അപ്പോൾ ഈ 2 സൺഡേയും ഭയങ്കര തിരക്കായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലിപ്പിങ്സ് എടുക്കും. അങ്ങനെ ഫുൾ ടൈം എടുക്കാൻ പറ്റത്തില്ല. കാരണം റോഡൊക്കെ ആകുമ്പോൾ ഹെൽമെറ്റ് എടുത്തില്ല കേട്ടോ. ഹെൽമെറ്റ് ക്ലിപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടാണ്ടാണ് പോയത്. അതിപ്പോൾ പോകുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. അതാണ് ഞാൻ ഈ ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മക്കളെ, ഈ കാക്ക ഉണ്ടല്ലോ, കാക്ക പണി പറ്റിച്ച് കളഞ്ഞു. കാക്ക തലയിൽ ഇങ്ങനെ ഇതാക്കി കളഞ്ഞു.